മാലിന്യത്തിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് കഞ്ചിക്കോട് നിർമ്മാണം പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 60% ജോലികളും ഇതിനകം പൂർത്തീകരിച്ചതായി മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഈ വർഷം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിദിനം 200 ടൺ ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റാണ് കഞ്ചിക്കോട് നിർമ്മിക്കുന്നത്. 150 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പ്ലാന്റിൽ പാലക്കാട് ജില്ലയിലെ 7 നഗരസഭകളുടെയും 22 ഗ്രാമപഞ്ചായത്തുകളുടെയും മാലിന്യങ്ങൾ സംസ്കരിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപാദനമാണ് കഞ്ചിക്കോട്ടെ പ്ലാന്റിൽ പ്രധാനമായും നടക്കുക. പ്ലാന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. പൊതുവായി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ചില ആശങ്കകൾ ന്യായമായ ആശങ്കകളാണ്. അതിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു ആശങ്ക ഹരിതകർമ്മസേനയെ എങ്ങനെ നിലനിർത്തുന്നതാണ്. എല്ലാവരും അത് ചൂണ്ടിക്കാണിച്ചു. ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിനെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പ്ലാന്റിലേക്ക് ആവശ്യമായ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പാലക്കാട് കളക്ടറേറ്റിൽ മന്ത്രി യോഗം വിളിച്ചത്. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ 11.5 ഏക്കർ സ്ഥലത്താണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.